നമ്മൾ രാവിലെ തുടങ്ങി വെച്ച ദൈവവചനത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് നിയോഗമുള്ളത്. കർത്താവിൻ്റെ ദാസൻ ആ പ്രാർത്ഥന കാണാതെ ഇവിടെ പറയുകയുണ്ടായി. അതൊന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നൊരഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഈ വന്ദേമാതരം പോലെയോ ദേശീയ ഗാനം പോലെയോ കാണാതെ പഠിച്ചു പറയേണ്ടതൊന്നല്ലെന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി രാത്രി കിടക്കുന്നതിനും ഒക്കെ മുമ്പ് അതൊന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചാൽ ഒരു കുറ്റവും ഇല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നവരെ തിരുത്തൽവാദിയായിട്ടൊക്കെ കാണുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. കാരണം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. നമ്മളെന്തിനാണ് അത് കേൾക്കുമ്പോൾ ഇത്ര വെറുപ്പ് കാണിക്കുന്നത്? അതിനോട് അതൊന്നും നമുക്ക് മനസ്സിലാകാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അത്. ആ പിതാവിനെ അടുത്തറിഞ്ഞാൽ, മനസ്സിൽ തട്ടി ഒന്ന് വിളിച്ചാൽ, എന്നിട്ടൊക്കെ ഒന്ന് കിടന്നു നോക്കാൻ. സ്തോത്രം. നമ്മുടെ കുറിവാക്യം ലൂക്കോസ് 11:3. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. മതി. ഒത്തിരി സന്തോഷമുണ്ട് സ്റ്റാൻലിയെ ഒരുപാട് വർഷം കൂടി കണ്ടതിൽ. ഇത്രയും വർഷിപ്പ് ലീഡേഴ്സൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷമാണ് ഇപ്പം ഷാരൻ ഇങ്ങനെ കയറി വരുന്നതിൽ. ഭയങ്കര സന്തോഷമാണ്. ഷാരൻ്റെ ശബ്ദത്തിനകത്തൊരു ഗ്രേസ് ടച്ചുണ്ട്. സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഒറ്റ സ്വർഗീയ ശില്പി കൊണ്ട് ആളുകളുടെ മനം കവർന്ന ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ അതിലൂടെ ദൈവം ഉയർത്തി. അതൊക്കെ എത്ര ആപ്റ്റാണല്ലേ. ഒറ്റ പാട്ട് മതി ഒരാളെ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കാൻ. അപ്പോൾ ഇവരെ പോലെയുള്ള പുതിയ വർഷിപ്പ് ലീഡേഴ്സൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപ്, കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ്, ഒരു 640 കീബോർഡുമായിട്ട് എല്ലാ കൺവെൻഷൻ വേദികളിലും ഉപവാസ പ്രാർത്ഥനകളിൽ ഉണർവ് യോഗങ്ങളിൽ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്റ്റാൻലി. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വേദി പങ്കിട്ടിട്ടുണ്ട്. കുമളിക്കാരനായ, ഇടുക്കി ജില്ലക്കാരനായ അദ്ദേഹത്തെ ദൈവം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് അദ്ദേഹം അരുണാചലിൽ ഒരു വലിയ സഭയുടെ പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസൻ സുരേഷ് ബാബു അവിടെ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ സ്റ്റാൻലിയെ ഓർത്ത് ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. നമ്മൾ പകൽ ഈ വേദഭാഗം തുടങ്ങി വെച്ചു. പകൽ യോഗത്തിന് വരാത്ത പലര് ഈ രാത്രി യോഗത്തിൽ വന്നിട്ടുണ്ട്. ഒറ്റ വാചകത്തിൽ അതിൻ്റെ വിഭജനം ഞാനൊന്ന് ആവർത്തിക്കുന്നു. പദങ്ങളുടെ ആവർത്തനം ശ്രോതാക്കളിൽ വിരസത സൃഷ്ടിക്കും എന്നാണ് ഭാഷയെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. പക്ഷേ നമ്മുടെ ഈ യോഗത്തിൽ പകൽ വരാത്ത ആളുകൾക്ക് വേണ്ടി ഒറ്റ വാക്കിൽ ഈ പ്രാർത്ഥനയുടെ വിഭജനം, പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭജനം, ഈ പ്രാർത്ഥനയെ 3 തിരിക്കാം. 1 അഭിസംബോധന, 2 അപേക്ഷകൾ, 3 മഹത്വാർപ്പണം. ഇത് 3 നമ്മൾ രാവിലെ തൊട്ടു പറഞ്ഞു പോയതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപേക്ഷകൾ എന്ന 2ാം ഭാഗത്തെ ഒരപേക്ഷയാണ് നമ്മുടെ കുറിവാക്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. വാസ്തവത്തിൽ മത്തായി ഈ വാക്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണേന്ന്. ഇന്നത്തെ കാര്യമേ മത്തായി പറയുന്നുള്ളൂ. എനിക്കൊന്നും അതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. കാരണം മന്ന പൊഴിച്ചത് അന്നത്തേനാണ്. നാളത്തേന് കൂട്ടി വെക്കരുതെന്ന് പ്രത്യേകം മുന്നറിയിപ്പ് കൊടുത്തിട്ടും കുറച്ചു പേര് പെറുക്കി വെച്ചെന്നും അത് ക്രമിച്ചു പോയെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. പറഞ്ഞാൽ കേൾക്കുകയല്ലോ. ആഹാരമല്ലേ, ആക്രാന്തമാണ്.
ഇന്നത്തേനുള്ളതേ പെറുക്കാവൂ എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ നാളത്തേനും കൂടെ ആളുകൾ പെറുക്കി വെച്ച് അത് ഉപകാരമില്ലാതെ പോയി, കൃമിക്ക് ഉപകാരമായി. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാവണം മത്തായി ഇന്ന് തരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന്, അന്നന്നത്തെ. പക്ഷേ ലൂക്കോസിൻ്റെ കയ്യിൽ ആ വാചകം എത്തിയപ്പോൾ ദിനംപ്രതി എന്ന പദം ഉപയോഗിക്കുന്നു. അതിന് ശരിക്കും പഴയ നിയമ പശ്ചാത്തലമില്ല ആ വാചകത്തിന്. അതിന് ലൂക്കോസിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ആണ് ആ പദം അങ്ങനെ പോയതെന്നാണ് എൻ്റെ വാദം. അത് ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളത് ഇവിടെ ഇട്ടേക്കണം. എനിക്ക് അത്യാവശ്യമുള്ള സാധനമാണ്, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണം. ദിനം പ്രതി തരണ എന്ന് ലൂക്കോസ് പറഞ്ഞതിൻ്റെ കാര്യം എന്നാണ്? ലൂക്കോസ് വൈദ്യനായിരുന്നു, അല്ലേ? ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു ലൂക്കോസ്. ഒരു ഡോക്ടർമാരും ഒരു ദിവസത്തേന് മെഡിസിൻ എഴുതത്തില്ല, കുറഞ്ഞത് 7 ദിവസത്തേനെങ്കിലും അവരെഴുതും. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാവണം ലൂക്കോസ് ഇന്ന് തരണേന്ന് എഴുതാതെ കുറച്ച് ദിവസത്തേനുള്ളത്. അതപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടു ആശയങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് ആ ഭാഗം തൽക്കാലം അങ്ങ് വിടാം. എത്ര മനോഹരമാണ് ആ വാക്കുകൾ, അല്ലേ? ഈ പ്രാർത്ഥനയിൽ നിന്ന്, ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പറയാൻ, പങ്കുവെക്കാൻ എനിക്ക് നിയോഗമുള്ള ഒരു ഭാഗം ഞാൻ ആദ്യം ഒന്ന് തുടങ്ങി വെക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത്. ഞങ്ങളുടെ പിതാവേ, എൻ്റെ പിതാവേ എന്നോ, അല്ലേ, എന്ന് പറഞ്ഞാൽ ഞാനെന്നോ എൻ്റെ എന്നോ എനിക്കെന്നോ ഒരു ഏകവചന പ്രയോഗം ഈ പ്രാർത്ഥനയിലില്ല. അത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും അത് ശ്രദ്ധിക്കണം. ഞാനെന്നോ എൻ്റെ എന്നോ എനിക്കെന്നോ ഒരേകവചന പ്രയോഗം ഇതിനകത്തില്ല. അത് നിങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കാൻ ശ്രമിക്കരുത്. ഇന്ന് രാത്രി തന്നെ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കണം. ഞങ്ങളെന്നുള്ള പ്രയോഗം യേശു ആവർത്തിക്കുന്നു. ഏകവചന പ്രയോഗങ്ങൾ ഇല്ല, ബഹുവചനമാണ്. ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങി. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ബിലോ 20 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളോട്, അവരുടെ അറ്റൻഷൻ പൂർണ്ണമായി കിട്ടാൻ, ഞങ്ങൾ എന്നുള്ള പ്രയോഗം സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ആ കൊച്ചു പ്രാർത്ഥനയിൽ, 3 വാക്യങ്ങളെ ഉള്ള പ്രാർത്ഥന, കൊച്ചു പ്രാർത്ഥനയിൽ എത്ര തവണയുണ്ട്? ഉത്തരം പറയുന്ന ആളിന് ഞാനൊരു സമ്മാനം കൊടുക്കും മീറ്റിംഗ് കഴിയുമ്പോൾ. എന്തോ കൊടുക്കുക? ഗാന്ധിജിയുടെ മൊട്ടത്തലയുള്ള നോട്ടാണല്ലോ 10 രൂപയുടെ നോട്ട്. അത് ഞാൻ കൊടുക്കും. അതിൽ വലിയ സംഭാവനയൊന്നും സമ്മാനമൊന്നും ഞാൻ ഓഫർ ചെയ്യുന്നില്ല. ബിലോ 20 എനിബഡി? തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കും. എത്ര? 9. ഞാൻ ബിലോ 20 ചോദിച്ചത്. അപ്പോൾ താങ്ക് യു, പറഞ്ഞതിൽ പ്രത്യേകം നന്ദിയുണ്ട്. 8 പ്രാവശ്യമാണ് ഈ ഞങ്ങളെന്നുള്ള പദം ആവർത്തിച്ചേക്കുന്നത്. ശബ്ദധാരാവലി അനുസരിച്ച് ഈ പദങ്ങളുടെ ആവർത്തനം ഞാൻ പറഞ്ഞു വിരസത ഉണ്ടാക്കുമെന്നാണ്. ഈ പറഞ്ഞത് തന്നെ ഞങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട്, ഞങ്ങളെന്നുള്ള പദം വിട്ട് കർത്താവ് പ്രാർത്ഥന ഉപസംഹരിച്ചേയില്ല. എന്തുകൊണ്ടാവാം? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളെന്നുള്ള പദത്തിന് ഇത്ര പ്രാധാന്യം യേശു നൽകിയത്? ആ ചോദ്യം പ്രസക്തമല്ലേ? ഈ തിരുവെഴുത്ത് നമുക്ക് അങ്ങനെ ധ്യാനിക്കാൻ കഴിയും. ഉത്തരം വ്യക്തമാണ്. ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് പുരുഷാരത്തെ അല്ല,
ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് ശിഷ്യന്മാരെയാണ്. ഇവർ തമ്മിൽ ചേരുന്നവർ ആയിരുന്നില്ല. എനിക്ക് ഇന്നും അത്ഭുതം കേട്ടോ. 3.5 വർഷം ഈ തമ്മിൽ ചേരാത്ത 12 എണ്ണത്തിനെയും കൊണ്ട് കർത്താവ് ജീവിച്ചെന്ന് പറയുന്നത് എനിക്ക് ഇന്നും അത്ഭുതം, ഭയങ്കര അത്ഭുതമായിട്ടിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സഖി കേട്ട് ഒരിക്കലും യേശു വിളിച്ചു വക്രതയും. അത് പുരുഷാരത്തെ വിളിച്ചതല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വക്രതയും കോട്ടവുമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എത്രത്തോളം സഹിക്കും. അപ്പൊ 12 എണ്ണത്തിനെ കർത്താവ് സഹിച്ചെന്നാണ് ആ വാക്യം. പണ്ട് 2 ദൈവദാസന്മാർ ചേർന്ന് സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, ഞാൻ സഭാ ചാർജ് ഉപേക്ഷിക്കുകയാണ്, എനിക്ക് സഭയുടെ പാസ്റ്റർ ആവണ്ട, ഞാൻ വിടുകയാണ്. കാരണം ഇത് നമുക്ക് പറ്റിയില്ല. എന്തുവാ ഇത്, എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ നിർത്തുക, ഞാൻ വിടുകയാണ്. അപ്പോൾ സഭാ ചാർജ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച പാസ്റ്ററെ മറ്റേ ദൈവദാസനെ ആശ്വസിപ്പിച്ചു. നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടങ്ങൾ ഓർത്താൽ ബ്രദറെ ഇതൊന്നും ഒരു സാരമില്ല എന്ന് പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതാണ്. അദ്ദേഹം ആശ്വസിക്കും എന്ന് കരുതി. പക്ഷേ ഈ തുടക്കമിട്ട സഭാചാർജ് വിടുക എന്ന് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞു, കർത്താവ് സഹിച്ചെന്നുള്ളത് സത്യമാണ്, പക്ഷെ കർത്താവ് സഭാചാർജിൽ ഇരുന്നിട്ടില്ല. എങ്ങനുണ്ട്? അപ്പോ സത്യമല്ലേ? 12 എണ്ണത്തിനെ 3.5 വർഷം കൊണ്ട് നടന്ന പാട്. ദൈവമക്കളൊരു കാര്യം ഓർക്കണം, നമ്മളെയൊക്കെ കർത്താവ് ഒത്തിരി സഹിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് സഹിക്കുന്നുണ്ട്. കൈയടിക്കാൻ പറയുമ്പം കൈയടിക്കത്തില്ല, കണ്ണടയ്ക്കും. കണ്ണടയ്ക്കാമെന്ന് പറയുമ്പം കൈയടിക്കും. തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങ് ചെയ്യുക. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ മടി കൂടാതെ അന്യഭാഷയിൽ സംസാരിക്കണം. അതൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്ത് സന്തോഷമാണ്. അപ്പോ ഞങ്ങൾ എന്നുള്ള പദം ആവർത്തിച്ചതിൻ്റെ അടിസ്ഥാന കാരണം ഈ പ്രാർത്ഥന ചൊല്ലുന്ന ശിഷ്യന്മാരിൽ ആദ്യമുണ്ടാവേണ്ടത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനമല്ല, പ്രാർത്ഥിക്കുന്നതിന് മുൻപുള്ള ഐക്യതയാണ്. പ്രാർത്ഥനയിൽ ഐക്യതയ്ക്ക് അമിത പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ പഠിപ്പിക്കൽ ശ്രദ്ധിക്കൂ. നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പ്രാർത്ഥനയാണോ യേശു ഒന്നാമത് പറഞ്ഞത്? ഐക്യതയാണ്. കണ്ടോ, നിങ്ങൾ ഇതുപോലെ വചനത്തിൽ എന്നോടൊപ്പം വന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട പുത്രന്റെ നാമത്തിൽ പിതാവിനോട് അപ്പം പിതാവിനോട് ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത് അഥവാ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറഞ്ഞത് രണ്ടാമതാണ്. ആദ്യം യേശു പറഞ്ഞത് ഐക്യതയെക്കുറിച്ചാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രിയരെ, ബൈബിളിൽ എൻ്റെ തോന്നലാണോ എന്നെനിക്കറിയില്ല, തോന്നൽ എന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് കാരണം വേദശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയൊന്നും അല്ല ഞാൻ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് പ്രകാശിപ്പിച്ചു തരുന്ന കുറച്ച് ആശയങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. പോകുന്നിടത്തും അതൊക്കെയാണ് പറയുന്നത്. എൻ്റെ തോന്നലിൽ ബൈബിളിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ഐക്യതയ്ക്കുള്ള ഉദാഹരണം ഞാൻ പറയട്ടെ. ഐക്യതയ്ക്ക് എൻ്റെ നോട്ടത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും നല്ല ഉദാഹരണം 6000 ദുരാത്മാക്കളുടെ ഐക്യതയാണ്. നമുക്കതിനെ സഭാന്തരീക്ഷവുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ഈ ഗദരദേശത്ത് 6000 മെമ്പേഴ്സ് ഉള്ള ഒരു ഫെലോഷിപ്പ്,
ഗദർദസ് 6000 അംഗങ്ങളുണ്ട്. 6000 അംഗങ്ങളുള്ള ഒരു ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പക്ഷെ അവിടുത്തെ രീതി ഉണ്ടോ? 6000 പേർക്ക് ഒരു ഒറ്റ പ്രൊജക്റ്റേ ഉള്ളൂ. അത് അപേക്ഷയായി യേശുവിൻ്റെ മുമ്പിൽ വെച്ചു അല്ലേ? ഈ കാണുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് പോകാൻ നീ ഞങ്ങളെ അനുവദിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ദുരാത്മാക്കളുടെ പ്രാർത്ഥനയാണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് സങ്കടമുള്ളൊരു കാര്യം എന്നറിയോ? ഈ സൗഖ്യമായവന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി കൊടുത്തില്ല. സത്യല്ലേ? അവിടെ ഈ ദുരാത്മാവ് ബാധിച്ച സൗഖ്യമായവന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി കൊടുത്തില്ല. അവന്റെ പ്രാർത്ഥന എന്തായിരുന്നു? നിന്റെ കൂടെ ഞാനും കൂടെ പോരട്ടെ എന്നുള്ളതാണ്. അതിന് യേശു മറുപടി കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി കൊടുത്തില്ല. പക്ഷെ ദുരാത്മാക്കളുടെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി കൊടുത്തു. പന്നിക്കൂട്ടങ്ങളിലേക്ക്, അവിടെ എത്രയോ ഏതെല്ലാം ടൈപ്പ് മൃഗങ്ങളുണ്ട്. പക്ഷെ അവർക്കൊരു ഒറ്റ പ്രൊജക്റ്റേ ഉള്ളൂ. പോയാൽ ഞങ്ങൾ ഒന്നിച്ചേ പോകൂ, കയറിയാൽ ഞങ്ങൾ പന്നിയിലേക്ക് കയറൂ. എന്നാ യൂണിറ്റിയാണ്! വാസ്തവത്തിൽ ഇന്നത്തെ സഭകളിൽ പോലും കാണാത്ത യൂണിറ്റിയാണ് ആ ദുരാത്മാക്കളിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു ഐക്യത ശിംശോൻ ആവിഷ്കരിച്ച ആ പദ്ധതിക്കകത്തെ ഐക്യതയാണ്. കാട്ടിൽ ചെന്ന് 300 കുറുക്കന്മാരെ ശിംശോൻ പിടിച്ചുകൊണ്ട് വരുന്നു. 2 കുറുക്കൻ്റെ വാലോട് വാൽ ചേർത്ത് പന്തം വെച്ച് കെട്ടുന്നു. നിങ്ങളതൊക്കെ മനസ്സിൽ കണ്ടേ? ഒരു ദൈവദാസൻ കാട്ടിൽ നിന്ന് 300 കുറുക്കനെ പിടിച്ചുകൊണ്ട് വരുന്നു. എനിക്കതൊന്നും വ്യാഖ്യാനിക്കാൻ അറിയില്ല. എങ്ങനെ പറ്റും? എങ്ങനെ പറ്റി? കാരണം കുറുക്കൻ ചത്താലും കണ്ണു കോഴിക്കൂട്ടിലാണെന്ന് പഴയ കാലത്തെ ആളുകൾ പറഞ്ഞ പഴഞ്ചൊല്ല് എനിക്കറിയാം. ചിക്കനാണ് പുള്ളിക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പൊ ദൈവദാസന്റെ പുറകെ നിൽക്കുകയാണ്. ചിക്കനും വേണ്ട, ഒന്നും വേണ്ട. ആ വാല് പിടിച്ച് കെട്ടുമ്പോഴേ അവരുടെ ആ യൂണിറ്റ് കണ്ടോ? ഇന്നാണെങ്കിലോ പാസ്റ്ററെ എൻ്റെയും പുള്ളിയുടെയും വാല് തമ്മിൽ കെട്ടണ്ട, കാരണം ഞങ്ങൾ തമ്മിൽ അത്ര, ഞാൻ AG-യിലാണ്, മറ്റേ പുള്ളി IPC-യിലാണ്. അപ്പം ഞങ്ങളുടെ വാല്, മറ്റേ പുള്ളി ഷാരോനിലാണ്, മറ്റേ ആൾ ചർച്ചകളിലാണ്. അപ്പം നമ്മുടെ ഇടയിൽ പറ്റിപ്പോയ തകരാറ് തമ്മി ചേരുകയില്ല. ആരുടെ വാലെ കെട്ടും? ആര് കെട്ടും? ആമേൻ. എടാ, അഭിഷേകമുള്ളവൻ കാട്ടിൽ പോയാലും അവനോടൊപ്പം പന്തം വഹിക്കുന്നവർ, അവനോടൊപ്പമേ പന്തം വഹിക്കുന്നവർ, ഫെലിസ്ത്യന്റെ വിളവുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നവർ അഭിഷേകമുള്ളവന്റെ കൂടെ നിൽക്കും. അതിനാരും കണ്ണുകടിച്ചിട്ട് കാര്യമില്ല, അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ കുറിച്ചു വെച്ചോ, അനധിവിദൂര ഭാവിയിൽ കാഹളം ധ്വനിക്കാൻ വൈകിയാൽ അഭിഷേകമുള്ളവന്റെ പുറകിൽ പന്തം വഹിക്കുന്ന ആയിരങ്ങൾ, കത്തിപ്പടരുന്ന ആയിരങ്ങൾ. യെസ്, പുറത്തു വരാൻ പോവുക. കത്താൻ തയ്യാറായിക്കോ, ജ്വലിക്കാൻ തയ്യാറായിക്കോ. ഫെലിസ്ത്യരുടെ അന്ധകാര കോട്ടകളെ വിറപ്പിക്കുന്ന തീ ജ്വാലയായി ഒരു സംഘത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അതാണ് ഞാൻ പഴയ നിയമത്തിൽ കണ്ട ഐക്യതയുടെ ഏറ്റവും വലിയ ചിത്രം. 150 പന്തം, 300 കുറുക്കന്. എത്ര മനോഹരമാണ് ആ കാഴ്ച. ഈ 300 കുറുക്കൻ്റെ 150 പന്തത്തിലും ദൈവദാസൻ തന്നെയാണ് തീ കൊടുത്തത്. കുറുക്കൻ പാഞ്ഞു നേരെ ഫെലിസ്ത്യന്റെ വിളവിലേക്ക്. ഈ കുറുക്കന് വല്ലതും ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ അറിയാവോ? ആകെ അറിയാവുന്ന ലൊക്കേഷൻ കോഴിക്കോടാണ്. പക്ഷെ ഇപ്പം നേരെ കണ്ടോ, ഈ പന്തം കത്തിയാൽ ലൊക്കേഷൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ചോദിച്ചു നോക്കിക്കേ ഒന്ന് കുറുക്കനോട്, എന്നാ പാച്ചില ഇത്? ഞാനതിനെ ഒരു രണ്ടായിട്ട് അവതരിപ്പിക്കട്ടെ. കുറുക്കനോട് ചോദിച്ചേ, എന്തോ പാച്ചില ഇത്? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ശാന്തമായിട്ടിരിക്കുമ്പോൾ, അങ്ങനാണല്ലോ ചിലർക്ക് ഈ ശാന്തമായിരിക്കുന്നൊരു അഭിഷേകമുണ്ട്. അത് അഭിഷേകം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എപ്പോഴും ശാന്തമായിട്ടിരിക്കുന്ന എന്തോ തകരാറുണ്ട്. ഞങ്ങളെപ്പോലുള്ളൊരു ശാന്തമായിട്ടിരിക്കുമ്പോൾ ഇവന്മാരെന്നെ ഇങ്ങനെ പായുന്നത്? കുറുക്കനോട് ചോദിച്ചു, ബ്രദർ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ഞങ്ങളൊക്കെ ശാന്തമായിരിക്കുന്ന കണ്ടില്ലേ? ആ ബ്രദർ എന്ത് പറയും? എന്റെ പാസ്റ്ററെ, മൂട്ടി തീ പിടിച്ചാൽ, ഹല്ലേലൂയ, ഓ പന്തം കത്തുന്ന ജ്വലിക്കുന്ന ഒരു വലിയ തീജ്വാലയുടെ മിനിസ്ട്രി ഈ പട്ടണത്തിൽ വെളിപ്പെട്ട് നിൽക്കുകയാ. അത് എത്തിപ്പിടിക്കുന്നവർ കത്തിപ്പടരും. ആ തീ എത്തിപ്പിടിക്കുന്നവർ ഇവിടെ കത്തിപ്പടരും. അതിനെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അതിനെ ആർക്കും തല്ലിക്കെടുത്താൻ പറ്റില്ല. ഒരു ഫയർ എഞ്ചിനും അതിനെ തടയാനാവില്ല. ഒരു കത്തലും ഒരു ജ്വലനവും നമ്മുടെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പോകുന്നു ഐക്യതയെക്കുറിച്ചുള്ള ചിന്തകൾ. പിന്നെ യേശു ഈ പ്രാർത്ഥനയിൽ ഐക്യതയ്ക്ക് നൽകിയ മാനം, ഐക്യതയ്ക്ക് നൽകിയ അർത്ഥം, ഐക്യതയ്ക്ക് നൽകിയ ആഴം, ഇതിലെല്ലാം അപ്പുറത്താണ്. കാരണം ലൂക്കോസ് 11 താഴോട്ട് വായിക്കുമ്പോൾ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു ഉപമ. എന്താണ് ഉപമ? നിങ്ങളിൽ ഒരാൾക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. ആ സ്നേഹിതൻ അർദ്ധരാത്രിക്ക് നിങ്ങളുടെ അടുക്കൽ വരുന്നു അപ്പം വായ്പ വാങ്ങാൻ. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അപ്പമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിശന്നു വന്ന സ്നേഹിതനെ വീട്ടിലിരുത്തിയിട്ട് അപ്പമുള്ള മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് പോകുന്നു. യേശുവിൻ്റെ ഉപമ ശ്രദ്ധിച്ചേ. വിശന്ന് വന്ന സ്നേഹിതൻ, അപ്പമില്ലാത്ത വീട്ടിലെ സ്നേഹിതൻ, അപ്പമുള്ള വീട്ടിലെ സ്നേഹിതൻ. യേശു 3 എന്ന സംഖ്യയിലേക്ക് കടക്കുന്നത് ഇവിടെയൊക്കെയാണ്. അത് ശിഷ്യത്വത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ കൂട്ടിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. അപ്പോൾ 12 നിന്ന് 3 കടക്കുന്ന കർത്താവിൻ്റെ ഒരു പഠന സംവേദന രീതി ഇവിടെ ദൃശ്യമാണ്. ഇനി ഈ പോകുന്ന സ്നേഹിതന്, അപ്പം വാങ്ങാൻ പോകുന്ന സ്നേഹിതന് യേശുവിൻ്റെ ഉപമയിൽ യേശു പറയുന്നത് 3 അപ്പമാണ് വായ്പ ചോദിക്കുന്നത്. കണ്ടോ? 3 അപ്പം. ഇനി ആ വാക്യം താഴോട്ട് നിങ്ങൾ വായിച്ചോ വീട്ടിൽ ചെന്ന്. ഈ 3 അപ്പം ചോദിച്ച സ്നേഹിതനോട് അപ്പം ഉള്ള വീട്ടിലെ സ്നേഹിതൻ പറയുന്നത് 3 തടസ്സങ്ങളാണ്. സ്നേഹിത, എന്നെ തടസ്സപ്പെടുത്തരുത്. രണ്ടാമത് പറഞ്ഞു, കതക് അടച്ചിരിക്കുന്നു. അത് കുത്തും കോമായി വിട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു. 3 തടസ്സം. ചോദിച്ചത് 3 അപ്പം. ഒരപ്പത്തിന് ഒരു തടസ്സം വെച്ചുണ്ട്. കണ്ടോ? യേശു പ്രാർത്ഥന പഠിപ്പിച്ചു വരുമ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്നാ? ഒരാവശ്യം നീ അറിയിക്കുമ്പോൾ മറുവശത്ത് തടസ്സങ്ങളുണ്ട്. അത് കർത്താവിൻ്റെ മുന്നറിയിപ്പാണ്. അപ്പം 3 തടസ്സം. ഇനി തൊട്ട് താഴോട്ട് വരുമ്പോൾ യേശു 11-ാം അധ്യായത്തിൽ പറയുന്ന 3 കൽപ്പനയുണ്ട്. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ശരിക്കും ചോദിപ്പീൻ, മുട്ടുവീൻ, അന്വേഷിപ്പീൻ എന്നുള്ളത് കൽപ്പനയാണ്. സ്നേഹിപ്പീൻ എന്നുപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ അതേ ഗൗരവമാണ് ഈ ചോദിപ്പീൻ, മുട്ടുവീൻ, അന്വേഷിപ്പീൻ എന്നുള്ള പദങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 3 കൽപ്പനയാണ്.
വെറുതെ 3 കൽപ്പന മാത്രമല്ല യേശു കൊടുത്തത്. ഈ കൽപ്പന 3 പ്രാർത്ഥനയിൽ അനുസരിച്ചാൽ അവർക്ക് വാഗ്ദത്തം കൂടെ കൊടുത്തു. ചോദിപ്പീൻ എന്ന കൽപ്പന അനുസരിച്ചാൽ അവർക്ക് മാത്രമുള്ള വാഗ്ദത്തമാണ് കിട്ടും. വല്ലവർക്കും വല്ലതും കൂടുതൽ കിട്ടുന്നെങ്കിൽ ഒരു രക്ഷയില്ല, കണ്ണുകടിച്ചിട്ട് കാര്യമില്ല, വാവിട്ട് ചോദിച്ചിട്ട് കിട്ടിയതാ. ആമേൻ. അപ്പൊ ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കാത്ത ഒന്ന് തൊട്ടുപോകാം. കണ്ടെത്തും ആ വാഗ്ദത്തം ആർക്കുള്ളതാണ്? അന്വേഷിപ്പീൻ എന്ന കൽപ്പന അനുസരിക്കുന്നവർക്കുള്ളതാണ്. തുറക്കും എന്ന വാഗ്ദത്തം മുട്ടുന്നവർക്കുള്ളതാണ്, മൗനമായിരിക്കുന്നവർക്കല്ല. പ്രാർത്ഥനയിൽ അടഞ്ഞുകിടക്കുന്ന വാതിലിന്റെ മുൻപിൽ നീ വിശ്വാസത്തോടെ മുട്ടിയാൽ, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. അപ്പോ ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചിലത് തുറക്കുന്ന രാത്രിയാണ്. വചനമായതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് എൻ്റെ ദൂതല്ല, വചനമാണ്. അപ്പോ കിട്ടും, കണ്ടെത്തും, തുറക്കും എന്നുള്ളത് വാഗ്ദത്തമാണ്. അപ്പോൾ എത്ര വാഗ്ദത്തമായി? 3 വാഗ്ദത്തമായി. 3 കൽപ്പന, 3 വാഗ്ദത്തം. ഇനി തൊട്ട് താഴോട്ട് ഒന്ന് വായിച്ചു നോക്ക്. തിന്നാൻ കൊള്ളാവുന്ന 3 സാധനങ്ങളുടെ പേര് യേശു പറയുന്നുണ്ട്. തിന്നാൻ കൊള്ളാവുന്ന. മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ, ഉണ്ടോ? തിന്നാൻ കൊള്ളാവുന്ന 3 സാധനങ്ങൾ. 1 അപ്പം ചോദിച്ചാൽ. 2 മകൻ അപ്പനോട് മീൻ ചോദിച്ചാൽ. മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ. എനിക്ക് കർത്താവ് ഉപയോഗിച്ച ഉപമയിൽ ഭക്ഷണ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മെനു, അപ്പവും മുട്ടയും മീനും. അപ്പത്തിനും മുട്ടക്കറിയും മീൻകറിയും ആപ്റ്റാണെന്ന് പഠിപ്പിച്ചയാൾ നമ്മുടെ കർത്താവാണ്. അത്രയും പറഞ്ഞ് നമുക്ക് അവിടെ നിൽക്കണ്ടല്ലോ. ഉപവസിക്കുമ്പം അതിൽ കൂടുതൽ അത് വിശദീകരിക്കണ്ട, നമുക്കങ്ങ് വിടാം. അപ്പോൾ തിന്നാൻ കൊള്ളാവുന്ന 3 സാധനങ്ങൾ. അതിനോടൊപ്പം തിന്നാൻ കൊള്ളാത്ത 3 സാധനങ്ങളുടെ പേര് യേശു പറഞ്ഞു. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തെളിനെ കൊടുക്കുമോ? തിന്നാൻ കൊള്ളാത്ത 3 സാധനങ്ങൾ. അപ്പോൾ എനിക്കിപ്പോഴും അതിൻ്റെ ഞാൻ പറഞ്ഞ അതിൻ്റെ വേദശാസ്ത്രം എനിക്കറിയില്ല. ഈ 3 എന്ന സംഖ്യയിൽ യേശു ആ ഉപമ ആരംഭിച്ച് ഉപസംഹരിച്ചു. 3 സ്നേഹിതന്മാർ, 3 അപ്പം, 3 തടസ്സം, 3 കൽപ്പന, 3 വാഗ്ദത്തം, 3 തിന്നാൻ കൊള്ളാവുന്ന സാധനങ്ങൾ, 3 തിന്നാൻ കൊള്ളാത്ത സാധനങ്ങൾ. എന്നെ പഠിപ്പിക്കലല്ലേ? ഇതുപോലെ പഠിപ്പിച്ചിട്ടും ആളുകൾ പറഞ്ഞ് ഇത് കഠിന വാക്കാണ്, ഇയാളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ആളുകളൊക്കെ പോയെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നവർ നിത്യതയ്ക്കുള്ളവരല്ല. അത്രയും കണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇതുപോലെയൊക്കെ പഠിപ്പിച്ച ലീഡറിനെ ഇട്ടേച്ച് പോയെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ ചങ്ക് തകർക്കുന്ന കാഴ്ചയാണ് അതൊക്കെ. ദൈവമക്കളെ, സത്യം വിഭജിക്കപ്പെടുന്നിടത്ത് ആമേൻ, അഭിഷക്തന്മാരെ വിട്ടു നിൽക്കരുത്. കർത്തൃദാസന്മാരോട് ചേർന്ന് നിന്നു. അത് നിന്റെ വിടുതലിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ പോകുകയാണ്. ഞാൻ ഈ ഉപമയിൽ നിന്ന് സ്വാംശീകരിച്ച, ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, സ്വാംശീകരിച്ചൊരു 3 ചിന്ത പറയാം. ഇതിലൂടെ നമുക്ക് രംഗത്ത് കൊണ്ടുവരാൻ പറ്റുന്ന 3 കണ്ടൻസ്. 1, ഐക്യതയുടെ അനിവാര്യത. അതാണ് 3 സ്നേഹിതന്മാരുടെ കഥ യേശു പറഞ്ഞു. യേശു എന്താ 2 സ്നേഹിതന്മാരുടെ പറയാൻ? നോ, ഐക്യതയുടെ അനിവാര്യതയാണ് 3 സ്നേഹിതന്മാരെ യേശു ആ ഉപമയിൽ കണക്ട് ചെയ്തതിൻ്റെ കാര്യം. 2, ആവശ്യത്തിൻ്റെ തീവ്രത. ആവശ്യം തീവ്രമാണ്. കാരണം എന്താ? വിശന്ന് വന്ന സ്നേഹിതൻ കഴിക്കാൻ വന്നത് ഒന്നുമില്ലാത്ത വീട്ടിലാണ്. എനിക്ക് ആ കാര്യത്തിൽ കർത്താവിൻ്റെ ഉപമയുടെ അവതരണത്തിൽ ഒരു ഇച്ചിരി പ്രയാസം എനിക്ക് കർത്താവിനോട് തോന്നി. കാരണം അപ്പോൾ ഉള്ള ഒരു സ്നേഹിതൻ ആ നാട്ടിലുണ്ടല്ലോ.
അങ്ങോട്ട് പോകാതെ അപ്പം ഇല്ലാത്ത വീട്ടിലേക്ക് അപ്പം തിന്നാൻ സ്നേഹിതൻ വന്നു എന്ന് യേശു ഉപമ പറഞ്ഞതിൽ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഒരു പൊരുത്തക്കേട്? അതാണ് യേശുവിൻ്റെ ആ ഉപമയുടെ ശൈലി. ഒന്ന് ചിന്തിച്ച്, കാരണം അപ്പം ഉള്ളൊരു സ്നേഹിതൻ അവിടെ ഉണ്ട്. പക്ഷേ അപ്പം ഇല്ലാത്ത സ്നേഹിതൻ്റെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ അപ്പം വായ്പ വാങ്ങാൻ, അപ്പം അത് തീവ്രമാണ് ആ ആവശ്യം. കാരണം ഈ വന്നു കയറിയ വീട്ടിൽ ഒരപ്പം പോലും എടുക്കാനില്ല, ഒരപ്പം പോലും എടുക്കാനില്ല. അപ്പോൾ തന്നെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ അപ്പം കൊടുക്കാനുണ്ട്. കണ്ടോ, 3 സ്നേഹിതന്മാർ. പിന്നെ ആ ആവശ്യത്തിൻ്റെ തീവ്രത ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതിനകത്തെ ഒരു ദൂത് പറഞ്ഞോട്ടെ. യേശു എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പമില്ലാത്ത വീട്ടിലെ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് അപ്പം തിന്നാൻ ഒരു സ്നേഹിതൻ വന്നു എന്ന് കർത്താവ് കഥ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിനകത്തെ ആ വചനത്തിലെ മർമ്മം ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ. അർദ്ധരാത്രിയിൽ അപ്പത്തിനായി പോകുന്ന സ്നേഹിതൻ്റെ വീട്ടിൽ ഒന്നുമില്ല. പക്ഷേ അവിടെ പ്രാർത്ഥനയുടെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തുക. ശരിക്കും ഈ സ്നേഹിതൻ, അപ്പമില്ലാത്ത വീട്ടിലെ സ്നേഹിതൻ, വന്ന സ്നേഹിതന്റെ വിശപ്പടക്കാൻ രാത്രി അപ്പത്തിന് പോയാൽ ഈ പോയ സ്നേഹിതനെ കർത്താവ് കൈവിടത്തില്ല. നോ, അപ്പമില്ലാത്ത വീട്ടിൽ ഒരു വിടുതലും കൂടെ ആ ഉപമയിൽ കർത്താവ് കാണുന്നുണ്ട്. അവിടെ ചേർത്ത് വെക്കാവുന്ന ഒരു വാചകമുണ്ടെന്ന, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അവന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. ഞാൻ ഈ പറഞ്ഞ ആശയം യേശുവിൻ്റെ ഉപമയിൽ നിന്ന് ഞാനൊന്ന് സമർത്ഥിക്കാം. ഈ പോയ സ്നേഹിതൻ ചോദിച്ചത് 3 അപ്പമാണ്. 3 തടസ്സം ഉണ്ടായി, 3 അപ്പമാണ് ചോദിച്ചത്. അപ്പോൾ ഉള്ള സ്നേഹിതൻ തടസ്സം 3 പറഞ്ഞെങ്കിലും ആ തടസ്സമൊക്കെ വലിയ രസമാണ്. എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു പറയുന്ന ഒരു തടസ്സമാണ്. കഥ കടച്ചാൽ എന്നെ തുറക്കത്തില്ലേ? അതൊക്കെ രസം തോന്നുന്ന തടസ്സങ്ങളാണ്. ചില വീട്ടിലെ കഥ കടച്ചാൽ തുറക്കണമെങ്കിൽ കുടുംബമായിട്ട് വരണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഈ മഴക്കാലമാകുമ്പോൾ വില കുറഞ്ഞ പലകയാണെങ്കിൽ ഇത് കുതിർന്ന് വീർത്ത് ഈ കുറ്റിയുമായിട്ട് അങ്ങ് ജോയിൻ്റ് ആവും. പിന്നെ കുടുംബമായിട്ട് വാലേ നിന്ന് രക്തത്തിൽ ആശ്രയിച്ചൊക്കെ നമുക്ക് ഈ കഥക് അങ്ങനെ വല്ല കഥകുമാവാം. കഥ കടച്ചിരിക്കുന്നു പോട്ടെ. 3-ാമത്തേതാണ് അതിലും രസം. പൈതങ്ങൾ എന്നോടുകൂടെ, അതൊരു ഇച്ചിരി കട്ടിയ, എന്നോടുകൂടെ കിടക്കുന്നു. ഞങ്ങളോടുകൂടെ എന്നല്ല, എന്നോടുകൂടെ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരി പിള്ളേരെ അടുപ്പിക്കുകയല്ല. ഉള്ള പിള്ളേരെല്ലാം ആരോടുകൂടെ കിടക്കുന്നു? യേശു പറഞ്ഞ ഉപമയെ നിങ്ങൾ എന്നെ കണ്ണുപിടിച്ച് നോക്കുന്നത്. പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു. ആ തള്ള ആ ടൈപ്പാ. അവർ പാത്രം കഴുകി വെച്ച് കയറി കിടന്നാൽ പിന്നെ കുഞ്ഞുങ്ങളോ ഉണരുകയോ കരയോ ഒന്നും ചെയ്താൽ അത് പുള്ളിക്കാരിയുടെ ഡ്യൂട്ടിയേ അല്ല. അപ്പോൾ ആ തടസ്സമുണ്ടല്ലോ, എനിക്ക് സങ്കടം ഉണ്ടാക്കിയൊരു തടസ്സമാണ്. അതാ ഏറ്റവും ഒടുവിൽ പറയണ്ട കുടുംബകാര്യോ ആരും അറിയണ്ട എന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ പുറത്ത് നിന്നിങ്ങനെ മുട്ട് കേൾക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റും? അദ്ദേഹം ഉള്ള സ്ഥിതി പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഒരു അല്പം ഭാവന കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ ഭാവനയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. യേശു പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. സപ്പോസ് പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല, പക്ഷെ 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ, സപ്പോസ് എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ തണലിൽ നിന്നുകൊണ്ട്, പിൻപിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, 2 എണ്ണം ചെവിയെ പിടിച്ച് കിടന്നുറങ്ങുകയാണ്, 2 എണ്ണം കയ്യെ പിടിച്ച് കിടന്നുറങ്ങുകയാണ്, 2 എണ്ണം കാലെ ഇന്നത്തെ പോലെ 1ഉം 2ഉം അല്ലല്ലോ, 2 എണ്ണം കാലെ പിടിച്ച്. ഈ 6 എണ്ണത്തിൻ്റെ നടുക്ക് പുള്ളി ഈ വാഴപ്പിണ്ടി വെട്ടിയിട്ടതുപോലെ അവിടെ കിടന്നുകൊണ്ടാണ് ഈ എന്നെ പ്രയാസപ്പെടുത്തരുത്. എന്നിട്ടും പുറത്ത് നിൽക്കുന്നയാള് വാതില് തുറക്കാതെ പോകുന്നയാളല്ല. ആമേൻ. അത് 21 കഴിഞ്ഞാലും 21 ദിവസം കഴിഞ്ഞാലും പുറത്ത് നിന്ന് മുട്ടുന്നവൻ. ആമേൻ. ഓ,
കണ്ടോ, യേശു പ്രാർത്ഥനയുടെ ചോദ്യവും മറുപടിയും ഒക്കെ അവതരിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാ. അതാണ് പ്രാർത്ഥന. കതകടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല. പിന്നെയും കതകിന് മുട്ടിയപ്പോ തടസ്സങ്ങളെ മറികടന്ന്, അതിനകത്ത് ദൂത് മനസ്സിലായോ? തടസ്സങ്ങൾ ഉണ്ടായാലും പുറകെ ഒരു വിടുതലുണ്ട്. തടസ്സങ്ങൾ ഉണ്ടായാലും പുറകെ ഒരു വിടുതലുണ്ട്. ആമേൻ. ഇനി ഞാൻ പറഞ്ഞ ആശയം ഇവിടെ സമർത്ഥിക്കട്ടെ. ഈ അപ്പമുള്ള സ്നേഹിതൻ എത്ര അപ്പം കൊടുത്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? വേണ്ടുന്നിടത്തോളം. ആ പദം ശ്രദ്ധിക്കണം. ചോദിച്ചത് 3 അപ്പമാണ്. എന്താ? ചോദിപ്പീൻ കിട്ടുമെന്നല്ലേ? ചോദിച്ചത് 3 അപ്പമാണെങ്കിൽ സ്നേഹിതൻ കൊടുക്കേണ്ടതും 3 അപ്പമാണ്. എന്നാൽ അവിടെ യേശു ഉപയോഗിച്ച പദം എന്താണ്? വേണ്ടുന്നിടത്തോളം. ആർക്ക് വേണ്ടുന്നിടത്തോളം? അവിടെയാണ് അതിൻ്റെ അർത്ഥം. കൃത്യം 3 അപ്പം കൊടുത്താൽ, 3 അപ്പം ചോദിക്കുന്ന സ്നേഹിതന് കൃത്യം 3 അപ്പം കൊടുത്താൽ ഈ വന്ന സ്നേഹിതൻ ഇത് കഴിച്ചിട്ട് പോകും. കൃത്യം 3 അപ്പം കൊടുത്താൽ. അതുകൊണ്ട് ആ കർത്താവ് അവിടെ ആ ചോദിച്ചത് 3 കൊടുത്തത് 3 എന്ന് പറയാതെ, ചോദിക്കുന്നിടത്ത് കണക്കുണ്ട്, പക്ഷെ കൊടുക്കുന്നിടത്ത് കർത്താവ് കണക്ക് വെച്ചില്ല. അതിന്ന് രാത്രി ചിലരോടുള്ള ദൂത. നീ കണക്ക് വെച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക്, ആമേൻ, നിനക്ക് കണക്കെടുക്കാൻ കഴിയാത്തതുപോലെ, പെട്ടെന്നൊരു കണക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തതുപോലെ ഒരു ദൈവപ്രവർത്തിക്ക് സമയമായി കേട്ടോ. ഹല്ലേലൂയ. അപ്പോ വേണ്ടുന്നിടത്തോളം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അതാ. അതുകൊണ്ടാണ് യേശു കൊടുക്കുന്നിടത്ത് കണക്ക് പറയാഞ്ഞത്. വേണ്ടുന്നിടത്തോളം എന്ന് പറയുമ്പോൾ വിശന്നു വന്ന സ്നേഹിതൻ 3 അപ്പം മാത്രം കൊണ്ടുവന്നാൽ വിശന്നു വന്ന സ്നേഹിതൻ കഴിച്ചിട്ട് പോകും. ഈ അർദ്ധരാത്രിയിൽ കൂട്ടു സഹോദരന്റെ വിശപ്പടക്കാൻ ഉറക്കളച്ചവന്റെ വീട് വീണ്ടും പട്ടിണിയാകും. അതിന് കർത്താവ് അനുവദിക്കത്തില്ല. രാവിലെ താൻ എഴുന്നേൽക്കുമ്പോ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടെ കഴിക്കാൻ അപ്പക്കൊട്ടയ്ക്കകത്ത് അപ്പം കരുതിയേക്കുക. ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാ യേശു ആ പ്രാർത്ഥന അങ്ങോട്ട് പഠിപ്പിച്ചു വരുന്നത്. നീ രാത്രി ദൈവ പൈതലേ, നീ അളന്ന് ചോദിക്കുന്നതിന് അളക്കാതെ മറുപടി തന്ന് നിന്നെ ആദരിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നിനക്കുണ്ട് എന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി ദൈവാത്മാവ് തരട്ടെ. ആമേൻ. ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ആവശ്യത്തിൻ്റെ തീവ്രത. 3ാമത്തെ ചിന്ത മറുപടിയുടെ പ്രത്യേകത. ഇത് 3 നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഇത് ദൈവാത്മാവ് എനിക്ക് തന്ന 3 കണ്ടൻസാണ്. ഐക്യതയുടെ അനിവാര്യത, ആവശ്യത്തിൻ്റെ തീവ്രത, മറുപടിയുടെ പ്രത്യേകത. കണ്ടോ ആവശ്യം. അപ്പോൾ നമ്മുടെ കുറിവാക്യം വീണ്ടും ഞാൻ തൊടുന്നു. ഇവിടെ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് തന്നെയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി അല്ലെങ്കിൽ ഇന്ന് തരണമേ. നമ്മൾ രാവിലെ ചിന്തിച്ചത് ആവശ്യത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ അവതരിപ്പിക്കുന്ന വേളയല്ല പ്രാർത്ഥനാ വേള. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്ന വേദിയാണ് പ്രാർത്ഥനാ വേദി. അപ്പൊ ആഗ്രഹിക്കുന്നതല്ല അപേക്ഷിക്കേണ്ടത്, ആവശ്യമുള്ളതാണ് അപേക്ഷിക്കേണ്ടത്. ആവശ്യമുള്ളത് അപേക്ഷിച്ചാൽ അത് നൽകുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നാണ് യേശു പഠിപ്പിച്ചു വന്നത്. അപ്പം സ്വർഗസ്ഥ പിതാവിൻ്റെ 3 സവിശേഷതകൾ ഉണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. അതിൽ 1ാമത്തെ സവിശേഷത, ആവശ്യമുള്ളത് അറിയിച്ചാൽ അത് അംഗീകരിക്കുകയും അത് നിർവഹിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്.
അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത് രാത്രി ഈ വചനത്തിൽ ദൈവമക്കൾ ഉറക്കണം. ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞാൽ അത് അംഗീകരിച്ച് അത് നിവർത്തിച്ചു തരാൻ എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഞാൻ എന്തിനാശങ്കപ്പെടണം? സ്വർഗസ്ഥ പിതാവിൻ്റെ 2ാമത്തെ സവിശേഷതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരട്ടെ. ദൈവമക്കൾ ശ്രദ്ധിക്കൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. 3-ാം അധ്യായം. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. മതി, നിൽക്കട്ടെ. ഭിക്ഷ ചോദിച്ചു. പദം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ചോദിച്ചു എന്നുള്ള പദത്തെ നമുക്ക് പ്രാർത്ഥനയുമായി കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് യേശുവിൻ്റെ ഉപമയിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലേ? ചോദിപ്പീൻ. ശരിക്കും ആ പദത്തിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ പോയില്ല. ഒരു ചിന്ത കൂടെ പറയാം ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ ഓർമ്മയിൽ വന്നത്. ശരിയായ ട്രാൻസ്ലേഷനിൽ ചോദിപ്പീൻ കിട്ടുമെന്നല്ല, ചോദിച്ചു കൊണ്ടേയിരിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ശരിക്കും ആ ട്രാൻസ്ലേഷനാണ് ശരിയായ ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാൽ എന്ത് എന്ന ഒരു ചോദ്യം വേദശാസ്ത്ര വെളിച്ചത്തിൽ വന്നാൽ നമുക്ക് കൈമാറാനുള്ള ഉത്തരം കിട്ടുന്നത് വരെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ പോകുന്നു ആ നിർവചനം. കണ്ടെത്തുന്നത് വരെ. അതാ, അന്വേഷിച്ചു കൊണ്ടേയിരിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടേയിരിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അപ്പോൾ അതാണ് അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. നമുക്ക് ആ ഭാഗം വിടാം. അപ്പോൾ ചോദിക്കുക എന്ന പദത്തെ പ്രാർത്ഥനയുമായി കണക്ട് ചെയ്ത് വേണം ഈ ഭാഗം നമ്മൾ ധ്യാനിക്കാൻ. ഭിക്ഷ ചോദിച്ചു. പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. അപ്പൊ ഇവന്റെ ചോദ്യം എന്താണ്? ഭിക്ഷയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഭിക്ഷയാണെന്ന് പറയുമ്പോൾ ഇവന് ശരിക്കും ഈ ചോദിക്കുന്ന മനുഷ്യനെ ഭിക്ഷയാണോ വേണ്ടത്? ശ്രദ്ധിച്ചു കേൾക്കണം. എന്നോടൊപ്പം ആ വചനത്തിൽ എന്നോടൊപ്പം നിൽക്കണേ. ഇവൻ ചോദിക്കുന്നത് ഭിക്ഷയാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ആത്യന്തികമായി ഇവന് വേണ്ടത് ഭിക്ഷയാണോ? അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവന് വേണ്ടത് എന്താണ്? യെസ്, ഇവന് വേണ്ടത് സ്വന്തം ശരീരത്തിൽ ഒരു വിടുതലാണ്. അല്ലേ? കാരണം ഇവൻ മുടന്തനല്ലേ? 40 വർഷമായി ഇവൻ മുടന്തനാണ്. അല്ലേ? ഇവൻ മുടന്തനാണ്. അപ്പോ ആത്യന്തികമായി ഇവന്റെ ആവശ്യം എന്താണ്? മുടന്തുമാറുക എന്നുള്ളതാണ്. സത്യല്ലേ? പക്ഷേ ഇവന്റെ ആഗ്രഹം എന്താണ്? ഭിക്ഷ എന്ന് പറയുമ്പോ കാശ്. നോക്കൂ, ഇവനെ മാത്രം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചേ. 40 വർഷം കൊണ്ട് ഇവൻ മുടന്തനാണ്. 40കാരനാണ് ഇദ്ദേഹം. ഇവന്റെ ആവശ്യം, ഞാൻ പറഞ്ഞു, ഇവന്റെ ആവശ്യം മുടന്തുമാറുക എന്നുള്ളതാണ്. പക്ഷെ ഇവന്റെ ആഗ്രഹം ഇവന് കാശ് വേണമെന്നുള്ളതാണ്. അപ്പൊ ഇവൻ ചോദിച്ചത് ഭിക്ഷയാണെന്ന് പറയുമ്പോൾ ഇവന്റെ ആഗ്രഹമാണ് ഇവൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കുറിവാക്യം അനുസരിച്ച് ആഗ്രഹം അവതരിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. ആ കണ്ടന്റൊക്കെ കളയാതെ ആളുകൾ ചേർന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ ഇവൻ അവതരിപ്പിക്കുന്നത് ഇവന്റെ ആഗ്രഹമാണ്. പക്ഷേ ഇവന്റെ ആവശ്യം കാശല്ല. ആത്യന്തികമായി ഇവന്റെ ആവശ്യം 40 വർഷം പഴക്കമുള്ള ഇവന്റെ ശരീരത്തിലെ ആ രോഗത്തിന്റെ കെട്ട് അഴിഞ്ഞു മാറണമെന്നുള്ളതാണ്.
ഇനി അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ളത് ചോദിക്കാതെ ആഗ്രഹമുള്ളത് ചോദിച്ച ഈ മനുഷ്യനോട് നമ്മുടെ കുറിവാക്യം അനുസരിച്ച് ദൈവം എങ്ങനെ പ്രതികരിച്ചാൽ മതി? ഏതാ? അവന് ഭിക്ഷ കിട്ടിയാൽ മതി. കാരണം അവൻ ആവശ്യമുള്ളത്, എന്നോടൊപ്പം നിൽക്കണം, അവൻ ആവശ്യമുള്ളത് അവൻ ചോദിച്ചിട്ടില്ല. അവൻ ആഗ്രഹമുള്ളതേ അവൻ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെയാണ് ഈ സ്വർഗസ്ഥ പിതാവിൻ്റെ മറ്റൊരു സവിശേഷത ഞാൻ കാണുന്നത്. ദൈവമക്കൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി. വാസ്തവത്തിൽ ഇവന്റെ ഈ വിഷയത്തിൽ സ്വർഗം പുറംതിരിഞ്ഞ് നിന്നാൽ മതി, അല്ലേ? കാരണം ഇവൻ ആവശ്യം അറിയിച്ചിട്ടില്ല. ഇവന്റെ ആഗ്രഹമാണ് ഭിക്ഷ, കാശ്. അപ്പോൾ ആവശ്യമുള്ളത് അറിയിക്കാനാണ് പഠിപ്പിച്ചേക്കുന്ന പ്രാർത്ഥന. അതാണ് പ്രാർത്ഥനയുടെ അന്തസത്ത. ആവശ്യമുള്ളത് അറിയിക്കാതെ ആഗ്രഹമുള്ളത് അപേക്ഷിച്ചിട്ടും ഇവനോട് ദൈവം എങ്ങനെ പെരുമാറി? ഓ, മനസ്സിലായോ? ഇങ്ങനെ ഒരു സവിശേഷത എൻ്റെ ദൈവത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ, നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആവശ്യമാണോ ആഗ്രഹമാണോ ഇതൊന്നും അറിയാതെ, നിന്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്, ഒരു പക്ഷേ ആവശ്യമുള്ളത് ചോദിക്കാതെ, നിന്റെ സാഹചര്യം കൊണ്ട് നീ നിന്റെ ആഗ്രഹമുള്ളത് അപ്പാ എന്ന് വിളിച്ച് പറഞ്ഞാലും ഈ ദൈവം തമ്പുരാൻ അവിടെ പഠിപ്പിച്ച വേദശാസ്ത്രം വെച്ചല്ല നിന്നോട് പെരുമാറുന്നത്. അവൻ അപ്പനല്ലേ? നിങ്ങൾ അതിനകത്ത് ദൂത് മനസ്സിലായോ? അവൻ ചോദിക്കാത്ത ആവശ്യത്തിന്റെ മേൽ എന്റെ കർത്താവ് തന്റെ കരം ചലിപ്പിച്ചു. അത് ഇന്ന് രാത്രി വന്ന ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ ദൂത. നീ ചോദിക്കാത്ത ചില ആവശ്യങ്ങൾ നിന്റെ മുൻപിലുണ്ട്. അതിനു വേണ്ടി നീ അത് പറഞ്ഞിട്ടില്ല, നീ അത് ചോദിച്ചിട്ടില്ല, പക്ഷേ സ്വർഗസ്ഥ പിതാവ് അതിനു വേണ്ടി കരം ചലിപ്പിക്കുമെന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. നിങ്ങളിനി അവനെ നോക്ക്. നമ്മൾ പറയും അവന് 40 വർഷം കൂടി കിട്ടാതിരുന്നൊരു വിടുതൽ കിട്ടിയത് കൊണ്ടാണ് അവൻ ചാടിയതെന്ന്, തുള്ളിയതെന്ന്. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ അത്രയും പേരവിടെ തുള്ളാതെയും ചാടാതെയും നിൽക്കുമ്പോൾ ഇവൻ തുള്ളുകയും ചാടുകയും ചെയ്തത് അവന് കിട്ടിയ, ശരീരത്തിൽ കിട്ടിയ മുടന്തു മാറിയ ആ വിടുതലിൻ്റെ വിധം ഓർത്തിട്ട് മാത്രമല്ലെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. കാരണം അവന് കാലിളകിപ്പോയതിൻ്റെ കാര്യം, ഞാനിത് ചോദിച്ചില്ല, ഞാൻ സൗഖ്യം ചോദിച്ചില്ല, ഞാൻ ആവശ്യമുള്ളത് ചോദിച്ചില്ല, ഞാൻ ചോദിക്കാത്തത് എനിക്ക് തന്ന ദൈവത്തിന്റെ മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എന്റെ കാലുറയ്ക്കുന്നില്ല. ചിലര് തുള്ളുന്നതിന്റെ ചാടുന്നതിന്റെ കാര്യം അതാ. ആമേൻ. ആവശ്യപ്പെടാതെ തന്നെ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. ഈ 2 സവിശേഷത നമ്മുടെ മനസ്സിൽ കയറിയെന്നാണ് എൻ്റെ ധാരണ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതാണ് അപേക്ഷിക്കേണ്ടതെന്ന് യേശു പഠിപ്പിച്ചു. എന്നാൽ ആവശ്യമുള്ളത് അപേക്ഷിക്കാതെ ആഗ്രഹമുള്ളതാണ് ചോദിച്ചത്. എന്നിട്ട് അവനോട് കർത്താവ് പ്രതികരിച്ചത്, അവൻ ചോദിക്കാതിരുന്ന അവൻ്റെ ആവശ്യത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് അവന് വേണ്ടി വലിയ കാര്യം ചെയ്തു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പത്രോസ് അവൻ്റെ കയ്യെ പിടിച്ചപ്പോൾ അത് മത്സ്യച്ചൂരുള്ള പത്രോസിൻ്റെ കൈകൾ മാത്രമാണ് അവൻ്റെ കയ്യെ തൊട്ടതെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നയാളല്ല. ആ പഠിപ്പില്ലാത്തവൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തോടൊപ്പം ആ രോഗിയുടെ മേൽ തൊട്ടത്, അവൻ്റെ കയ്യെ കയറി പിടിച്ചത്, ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന്
അവനെ ചുമന്നുകൊണ്ട് നടന്ന കൂട്ടുകാർ പോലും വിധിച്ച സ്ഥാനത്ത് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച കരം. അവൻ തുള്ളട്ടെന്നേ, അവൻ ചാടട്ടെ. യെരൂശലേം പള്ളിയിലുള്ളവർ അന്തം വിട്ട് കാണുമല്ലേ. അങ്ങനെ തുള്ളിച്ചാടുന്ന ആരാധനയാണ് പെന്തക്കോസ്തിൻ്റെ ആരാധന. അതിനോട് ആർക്കും ഇറിറ്റേഷൻ തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ സ്തുതിക്കട്ടെ. ഇന്ന് നമ്മുടെ ആളുകൾ വന്ന് ശാന്തരായിരുന്ന് ശീലിച്ചു പോയി. കാരണം സോഷ്യൽ സ്റ്റാറ്റസും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പോൾ മൗനമായിട്ടിരിക്കുക. എങ്ങനെ പറ്റുന്നത്? നാട്ടിൽ കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിച്ചൊരു കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരൻ ഗൾഫിൽ പോയി. ഇതൊരു രണ്ടാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ടുള്ള അറിവല്ല, രണ്ടാമതൊരാൾ പറഞ്ഞു കേട്ടതാണ്. വിദേശത്ത് പോയി അവിടെ ആത്മാവിലൊന്നും ആരാധിക്കാത്ത ഒരു കൂട്ടായ്മയിൽ ചെന്നാണ് പെട്ടത്. 6 വർഷം ആ കൂട്ടായ്മയിൽ നിന്നു. നാട്ടിൽ വന്ന് ആദ്യത്തെ സഭായോഗത്തിന് പഴയ മാതൃസഭയിൽ പങ്കെടുക്കാനായിട്ട് മാതൃസഭയിൽ ചെന്നപ്പോൾ സഭ വളർന്നു. കുറേ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സ്നാനം നടന്നു. ഒരുപാട് പേര് ആത്മസ്നാനം പ്രാപിച്ചു. ഈ സഹോദരൻ 6 വർഷമായിട്ട് ഗൾഫിൽ അനക്കമില്ലാത്തൊരു സഭയിലാണ് കൂട്ടായ്മ ആചരിച്ചത്. അത് തലയ്ക്ക് കയറി പിടിച്ചേക്കുക. അപ്പോൾ സഭായോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളെപ്പോലെ ഉള്ളവർ ഈ മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിച്ചിട്ട് വല്ലപ്പോഴും ഒരിക്കൽ അവധിക്ക് വരുന്നത് ഒന്ന് ശാന്തമായിട്ട് ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിച്ച ഈ സഭയിൽ നിന്നാണ് ഇദ്ദേഹം ഗൾഫിൽ പോയത്. അപ്പം ഇവിടെ വന്ന് ഈ ഒച്ചപ്പാടും ബഹളവും ഒന്നും കേട്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. കാരണം 6 വർഷമായിട്ട് അനക്കമില്ലാത്തൊരു സഭയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം വന്നപ്പോൾ എന്തൊരു ബഹളമാണ് പാസ്റ്റർ ഇത് കണ്ടോ. പുള്ളിയുടെ സ്റ്റാറ്റസ് മാറി. ശാന്തമായിട്ടാണ് പാസ്റ്റർ. ആള് ചൂടന. എനിക്കിഷ്ടം അങ്ങനെയുള്ള ഉപദേശിമാരെ. ആ ദൈവദാസൻ ആ സഹോദരനോട് പറഞ്ഞു, ബ്രദറെ, ശാന്തമായിട്ടിരുന്ന് ആരാധിക്കാൻ നമ്മുടെ സെമിത്തേരി കിടപ്പുണ്ട്. അവിടെ നമ്മൾ 10-15 പേരെ അടക്കിയിട്ടുണ്ട്. ബ്രദർ അവിടെ പോയിരുന്നാൽ വളരെ ശാന്തതയാണ്. ഇതിനകത്തുള്ളവരെല്ലാം ജീവനുള്ളതാണ്. അത് ചിലപ്പോൾ ഒച്ച വെക്കും, അത് ചിലപ്പോൾ തുള്ളും. ആമേൻ. ദൈവം നൽകിയ വിടുതൽ ഓർക്കുമ്പോ ആത്മാവിൽ അകത്ത് തുള്ളലുണ്ടെങ്കിൽ ആരെയും നോക്കരുത്. അത് പ്രകടിപ്പിച്ചോണം. അത് ശബ്ദമുയർത്തിയാണെങ്കിൽ, അത് കരങ്ങൾ അടിച്ചാണെങ്കിൽ, അത് അന്യഭാഷ പറഞ്ഞാണ്, എങ്ങനെയാണോ നിങ്ങൾക്ക് നിയോഗമുള്ളത്. ഹല്ലേലൂയ. എന്താ ഈ അപ്പന്റെ രീതി അല്ലേ? നമുക്ക് ഈ അപ്പനെ പെട്ടെന്ന് പിടികിട്ടുകയല്ല. പക്ഷേ പഠിപ്പിച്ചത് എന്താന്നേ, ആവശ്യമുള്ളത് ചോദിക്കാനാണ് പഠിപ്പിച്ചത്. ഇപ്പം നമ്മൾ ചിന്തിച്ചത് എന്താ? ആവശ്യമുള്ളത് ചോദിക്കാതിരുന്നിട്ടും അവനെ കർത്താവ് പിടിപ്പിച്ചു. അപ്പൊ അപ്പൻ ഇങ്ങനെ ഒരു സവിശേഷതയുണ്ട് എന്ന് കരുതി അതാരും മുതലെടുക്കാൻ നിൽക്കരുത്. ആമേൻ. ആവശ്യമുള്ളത് ചോദിച്ച് ശീലിക്കണം. സ്വർഗസ്ഥ പിതാവിൻ്റെ 3ാമത്തെ സവിശേഷത കൂടെ പറഞ്ഞ് നമ്മളൊരു അല്പനേരം ആരാധിക്കാൻ സമയമെടുക്കും. കർത്താവിന് സ്തോത്രം. എനിക്കിപ്പോഴും എത്തും പിടിയും കിട്ടാത്ത ഒരു സ്വഭാവം, ദൈവം തമ്പുരാൻ്റെ ഒരു സ്വഭാവം. നിങ്ങൾ എത്ര പേര് ഇതിനോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്വർഗസ്ഥ പിതാവിൻ്റെ 3 സവിശേഷതകളിൽ ഒന്ന്, ആവശ്യമറിയിച്ചാൽ അത് അംഗീകരിക്കുകയും നിവർത്തിച്ചു തരികയും ചെയ്യുന്ന ദൈവം. 2, ആവശ്യം അറിയിക്കാതെ ആഗ്രഹം അറിയിച്ചാലും ആവശ്യമുള്ളത് എന്തെന്നറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പിതാവ്. ഈ പിതാവിൻ്റെ 3ാമത്തെ സവിശേഷത, ആവശ്യമുള്ളത് ചോദിച്ചാലും ചിലപ്പം തരത്തില്ല. അതിന് 1-2 പേരെ അല്ലേലിയ പറഞ്ഞുള്ളൂ. അതിനൊക്കെ അല്ലേലിയ പറയണമെങ്കിൽ സാധാരണ കൃപയൊന്നും പോരാ. ആ വാചകം ശ്രദ്ധിച്ചോ? ആവശ്യമുള്ളത് ചോദിച്ചാലും ചിലപ്പം തരത്തില്ലെന്ന്. ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ രാത്രി വചന ശുശ്രൂഷ ഉപസംഹരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇപ്പം ചിലരുടെ മനസ്സിൽ വന്ന ചിന്ത എന്നാന്നറിയോ? എന്നാ അപ്പനാന്നേ ഇത്?
ഹല്ലേലൂയ. 10-21 ദിവസം ദൈവത്തെ കാത്തിരിക്കാൻ വന്ന ദൈവമക്കളുടെ മുമ്പിൽ സ്വർഗസ്ഥ പിതാവിനെ അവതരിപ്പിച്ചു വരുമ്പോൾ മൂന്നാമത്തെ സവിശേഷത, ആവശ്യമുള്ളത് ചോദിച്ചാലും ചിലപ്പോൾ ഈ അപ്പം തരത്തില്ല. തെളിവ് വചനവുമായി സാമാന്യ ബന്ധമുള്ളവരുടെ ഉള്ളിൽ വന്നു കാണും. പൗലോസ് ആവശ്യമുള്ളതേ ചോദിച്ചുള്ളൂ. രോഗശാന്തി മക്കളുടെ അപ്പമാണ്. യെസ്, പൗലോസ് അതേ ചോദിച്ചുള്ളൂ. പൗലോസ് ആഗ്രഹമുള്ളതല്ല ചോദിച്ചത്, ആവശ്യമുള്ളതാ ചോദിച്ചത്. രോഗശാന്തി കൊടുത്തോ? കൊടുത്തില്ല. എന്നോടൊപ്പം നിൽക്കണേ, കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവം ആർക്കുണ്ടെന്ന് പഠിക്കണം. ഈ പിതാവിന് നല്ല തൃപ്തി ഉണ്ടെങ്കിൽ അപ്പാന്ന് വിളിച്ചാൽ മതി. ആമേൻ. വെറുതെ അപ്പാന്ന് വിളിച്ച് സമയം കളയണ്ട. ഈ അപ്പനെ കുറിച്ച് നല്ല ബോധ്യമകത്ത് വന്നിട്ടൊന്ന് വിളിച്ചു നോക്ക്. ഹല്ലേലൂയ. ആ അപ്പനെ അനുഭവിച്ച ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ 4 സർജറി 16 മാസത്തിനിടയ്ക്ക് നടന്നൊരു ശരീരമായത്. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ വൈഫ് ഇന്ന് എന്നോട് പറഞ്ഞ് ഇന്നലെ പോന്നപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഒരു 50 മിനിറ്റ് കൂടുതലൊന്നും എടുക്കരുത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം സ്ട്രെയിൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞത്, അതിൻ്റെ കൂടെ നീയും അതിനെ സപ്പോർട്ട് ചെയ്തു 50 മിനിറ്റ് എടുക്കുക. ഞാൻ ഇന്ന് 1.5 മണിക്കൂർ പകൽ പ്രസംഗിച്ചു. ആന്നോ എന്നോട് ചോദിക്കുക, ആന്നോ? ഇവിടെ വന്ന് കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ വേണം കാണാൻ. അത് വേറൊരു വ്യാപാരമോ? ശരിക്കും. അപ്പം എന്നിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, എടോ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തെ ആ പ്രകൃതമല്ല ഇപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ജെറിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം വിടുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ആ അപ്പനെ ചാരിയാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് ചോദിച്ചത് ആവശ്യമുള്ളതാണ്, കൊടുത്തില്ല ദൈവം. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം ഈ അപ്പൻ ഉണ്ടല്ലേ? ഉണ്ട്. സൗഖ്യം ചോദിച്ചിട്ട്, രോഗശാന്തി മക്കളുടെ അപ്പമാണെങ്കിൽ ആവശ്യമുള്ളതല്ലേ ചോദിച്ചുള്ളൂ. ചോദിച്ചിട്ട് കൊടുത്തില്ല. ഇനി നിങ്ങൾ ആ ആശയം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചേ. ഞാനത് ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു പഴയ നിയമ ചിന്ത പറഞ്ഞു വന്ന് സമർത്ഥിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നമുക്കൊരു ബലം. ഏലിയാവ് മരണം ചോദിച്ചു ദൈവത്തോട്, കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അത് അങ്ങനെയാണല്ലോ നമുക്ക് പുസ്തകം ധ്യാനിക്കാൻ കഴിയും. എന്തുകൊണ്ട് കൊടുത്തില്ല? ശ്രദ്ധിച്ചേ. ഇസബേൽ പറഞ്ഞിരിക്കുന്നത് നിന്നെ കൊല്ലുവെന്ന് ആളുകളെ അന്വേഷിച്ച് വിട്ടിട്ടുണ്ട്. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത് എന്നെ എടുക്കണമെന്നാണ്. അപ്പൊ ഇവിടെ ഇസബേല് കൊല്ലാൻ നടക്കുന്നു, ഏലിയാവ് ദൈവത്താൽ ജീവൻ എടുക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും ചെയ്യുന്നത് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? എന്നോടൊപ്പം ചിന്തിക്കണം. ഒന്നാണ്, ഇസബേൽ എടുത്താലും പ്രാണനെ എടുക്കും, ദൈവം എടുത്താലും പ്രാണനെ എടുക്കും. രണ്ടിലൂടെ സംഭവിക്കുന്നത് മരണമാണ്. അങ്ങനെ നിൽക്കട്ടെ. ഇനി ഈ ഏലിയാവിനെ കൊല്ലാൻ അന്വേഷിച്ചു വരുന്ന കൊട്ടാരത്തിലെ പരിചാരകർ ചൂരച്ചെടിയുടെ തണലിൽ വരുമ്പോൾ, ശ്രദ്ധിച്ചേക്കണം, ചൂരച്ചെടിയുടെ തണലിൽ വരുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ഏലിയാവിൻ്റെ ജീവൻ എടുത്തു കഴിഞ്ഞെന്നിരിക്കട്ടെ, ഈ പരിചാരകർ എന്താ കാണുന്നത്? ഏലിയാവിൻ്റെ ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി കണ്ടാൽ പിന്നെ കൊട്ടാരത്തിലെ പരിചാരകർ അവിടെ നിൽക്കില്ല. അവർ തിരിച്ച് എന്ന് ഇസബേലിനോട് പറയും, യജമാനത്തിയെ, നമ്മൾ ചെയ്യാനിരുന്ന കാര്യം ഏലിയാവ് പോയി തന്നെ ചെയ്തു. അങ്ങനെയല്ലേ അവർക്ക് തോന്നൂ.
ഏലിയാവ് സ്വയം ജീവിതം അവസാനിപ്പിച്ചെന്ന് പരിചാരകർ പറയൂ. യെസ്, കാരണം ഏലിയാവിൻ്റെ ശരീരമാണ് അവിടെ കിടക്കുന്നത്. ഇനി ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി കൊടുത്ത് ഇങ്ങനെ ഈ ഡെഡ് ബോഡി ഇവർ കണ്ടാൽ ആരാ സന്തോഷിക്കുന്നത്? ശത്രു സന്തോഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? ശത്രു സന്തോഷിക്കും. എന്നാൽ ഒരു പുരുഷായുസ് അഗ്നി വഹിച്ച് ബാലിന്റെയും ആശേരയുടെയും ആധിപത്യങ്ങളെയും വാഴ്ചകളെയും വെല്ലുവിളിച്ച് മണ്ണിനെ വരെ കത്തിച്ചു കളഞ്ഞ അഗ്നിജ്വാലയുടെ ശുശ്രൂഷ ചെയ്ത അഭിഷക്തനെ ചൊല്ലി ശത്രു സന്തോഷിക്കാൻ എന്റെ ദൈവം അവസരം കൊടുക്കത്തില്ല. അഭിഷക്തന്മാരോടും കൂടിയുള്ള ദൈവത്തിന്റെ ദൂതാത്. ശത്രു സന്തോഷിക്കാൻ ദൈവം അവസരം കൊടുക്കത്തില്ല. ശത്രു സന്തോഷിക്കാൻ ദൈവപൈതലെ നിന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ശത്രു സന്തോഷിക്കാൻ ദൈവം അവസരം കൊടുക്കത്തില്ല. അപ്പോ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത്, ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന ആശയം, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് ഏലിയാവിനെ മാനിക്കുന്നതിനേക്കാൾ അധികമായി ഏലിയാവിനെ ദൈവം മാനിച്ചത് എങ്ങനെ? പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെയാ. ഇങ്ങനെ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു മാത്രമല്ല ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത്, ചില മറുപടി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നീ സ്വപ്നത്തിൽ കാണാത്ത ചില റൂട്ട്, ഹല്ലേലൂയ, നീ സ്വപ്നത്തിൽ കാണാത്ത ചില വഴികൾ, നീ സ്വപ്നത്തിൽ കാണാത്ത ചില സാധ്യതകൾ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് നിന്നെ പകച്ചവരുടെ മുൻപിൽ, ഇത് വ്യക്തിപരമായി ചിലരോടുള്ള ദൂത, നിന്നെ പകച്ചവരുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നിന്നെ ഒരടയാളമാക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൂത് ഇതിനകത്തൊന്ന് കത്തട്ടെ, ആ ദൂതിന് ഇതിനകത്തൊന്ന് ചലിക്കട്ടെ. റെബലിയ സെക്കുരോനിയ ഊഷമ മരഗജുന പ്രഭഷി സിരി ശാന്തികാര. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളുടെ ഹൃദയം ഉറക്കട്ടെ. അപ്പൊ മറുപടി തന്നാലേ നമ്മൾ മാനിക്കപ്പെടുമെന്നൊന്നും കയറി ചിന്തിച്ചു കളയരുത്. ഈ അപ്പന്റെ രീതികൾ ഇതാ. നിന്റെ ചില മറുപടി അവൻ തടഞ്ഞു വെക്കുന്ന എന്തിനാണെന്നറിയാമോ? ചരിത്രം കണ്ടിട്ടില്ലാത്തതുപോലെ നിന്നെ ചരിത്രത്തിൽ ഒരടയാളമാക്കാൻ. ഹല്ലേലൂയ. അപ്പൊ പൗലോസ്, ഞാൻ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പൗലോസിലേക്ക് വരൂ. രോഗശാന്തി ചോദിച്ചു, അത് ആവശ്യമുള്ളതാ ചോദിച്ചത്, ദൈവം കൊടുത്തില്ല. ദൈവം കൊടുത്തെന്നിരിക്കട്ടെ. രോഗശാന്തി ചോദിച്ചു, ദൈവം രോഗശാന്തി കൊടുത്തെന്നിരിക്കട്ടെ. ഇനി ദൈവം എനിക്ക് തന്ന ആ വചനത്തിനകത്തെ ആ വെളിപ്പാട് ഞാനെന്ന് പറയാം. വചനത്തിനകത്തെ വെളിപ്പാട്, രോഗശാന്തി ഉള്ള ഒരു ശരീരം, അതാണല്ലോ പൗലോസ് ചോദിച്ചത്. അത് ദൈവം കൊടുത്തു എന്നിരിക്കട്ടെ. രോഗശാന്തിയുള്ള ഒരു ശരീരം കൊണ്ട് കൃപയില്ലാതെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ, ജീവിക്കുന്നതിനേക്കാൾ, പാടുന്നതിനേക്കാൾ, പ്രസംഗിക്കുന്നതിനേക്കാൾ രോഗശാന്തി ഇല്ലാത്ത ഒരു ശരീരം കൊണ്ട് കൃപയോടുകൂടെ, കൃപയുടെ നിറവോടുകൂടെ ശുശ്രൂഷിക്കണം.
പൗലോസെ നീ നിൽക്കണം. അപ്പൊ പൗലോസ് ആവശ്യമുള്ളതാണ് ചോദിച്ചതെങ്കിലും പൗലോസിന്റെ ഫ്യൂച്ചർ മിനിസ്ട്രിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് കൃപയുടെ നിറവിൽ, രോഗശാന്തിയുടെ മറവിലല്ല, കൃപയുടെ നിറവിൽ പൗലോസ് ശുശ്രൂഷിക്കണം. അതുകൊണ്ട് ചോദിച്ചത് കൊടുക്കാതെ വെച്ചിട്ട് എന്റെ കർത്താവ് പൗലോസിനോട് പറയാ, എന്റെ കൃപ നിനക്ക് മതി. അങ്ങനെ പറയുമോ ദൈവമക്കൾ? ആമേൻ. ഞാൻ ചോദിക്കുന്നത് രോഗശാന്തിയാ, പക്ഷെ എന്റെ കർത്താവ് എന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഞാൻ അല്ലാതാക്കി മാറ്റുന്ന, എന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന, ആമേൻ, മറ്റുള്ളവർക്ക് കണ്ട് സന്തോഷിക്കാൻ. അല്ലേ, ബർന്നബാസ് അന്ത്യോക്യയിലെ സഭയിൽ ചെന്നപ്പോ അവിടുത്തെ സിസ്റ്റം കണ്ട് ഞെട്ടിയെന്നല്ല, അവിടുത്തെ പാട്ടുകാരെ കണ്ട് അമ്പരന്നല്ല, അവിടുത്തെ ദൈവകൃപ കണ്ട് ഹല്ലേലൂയ. കൃപ മതി കർത്താവേ, എനിക്ക് നിന്റെ കൃപ മതി കർത്താവേ എന്ന് പറയാൻ, എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് കഴിയും? സ്തോത്രം. ഞാൻ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നൊരു വചനഭാഗമായത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്കും അത് മതി. കാരണം കൃപ തരുമെങ്കിൽ പിന്നെ അതിനെ രോഗശാന്തിയെ ഈ കൃപ മൂടും. രോഗത്തെ ഈ കൃപ മൂടും. രോഗത്തെ കൃപ മൂടിക്കഴിഞ്ഞാൽ 10 സർജറി കഴിഞ്ഞാലും അത് നിന്നെ ബാധിക്കത്തില്ല. നീ അലറും, നീ ആത്മാവിൽ ഗർജിക്കും. ഓ, ഇന്ന് രാത്രി രോഗികളുടെ മേൽ ദൈവത്തിന്റെ കൃപ മൂടുന്നു. കൃപയുടെ പെയ്ത്ത്, കൃപയുടെ പകർച്ച, കൃപയുടെ ഒഴുക്ക്. രാഗ സേക്കേരിയ ലനന റകനക സോകോരിയ ഊഷമ മരക ചുനായ പ്രഭശിസിരി ഹോ ശാന്തി രഥേകോനിയ. മുന്നറ്റം മുതൽ പിന്നറ്റം വരെയുള്ളവരുടെ മേൽ നിരാത്രി സഹോദരൻ, നിനക്ക് വേണ്ടത് കൃപയാ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് അന്ധകാര ശക്തി അടങ്ങിയിരിക്കത്തില്ല. അവൻ തന്റെ അവസാനത്തെ ആയുധവും പൂണിയിൽ നിന്ന് പുറത്തെടുത്ത് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുമ്പോ നിന്റെ മേൽ ഈ കൃപ വെളിപ്പെട്ടാൽ, നിന്റെ മേൽ ഈ കൃപ ജ്വലിച്ചാൽ, നീ കൃപയുടെ തീപ്പന്തമായി മാറിയാൽ, ഹല്ലേലൂയ, ഒരു ശക്തിക്ക് നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആവില്ല. കൃപ പകരട്ടെ ഇന്ന് രാത്രി, കൃപയുടെ ഒഴുക്കുണ്ടാകട്ടെ ഇന്ന് രാത്രി. ബലഹീനരുടെ മേൽ ഈ കൃപ അളവില്ലാതെ ചൊരിയുന്നത് ആത്മാവിൽ ദർശിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവിന്റെ ഈ 3 സവിശേഷതകൾ, ഈ 3 സവിശേഷതകൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചുള്ള ഈ ചിന്തകൾ, ഈ 3 സവിശേഷതകൾ എനിക്കേറെ പ്രയോജനപ്പെടും. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ ഇങ്ങനെ ചിട്ടപ്പെടുത്തും. എന്നോട് ദൈവം സംസാരിക്കുകയായിരുന്നു. ആവശ്യമുള്ളത് ചോദിക്കാതിരുന്നാലും അപ്പനതറിഞ്ഞ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാനിനി ദുഃഖിച്ചിരിക്കുകയല്ല, ഞാൻ തുള്ളുന്ന ദിവസങ്ങളാണ്, ഞാൻ ചാടുന്ന ദിവസങ്ങളാണ്. തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവസങ്ങളാ. കുറിച്ചു വെച്ചോ ദൈവമക്കൾ, കുറിച്ചു വെച്ചോ. കാരണം നീ ചോദിക്കാത്തത് ദൈവം നിനക്ക് കൈമാറി കഴിഞ്ഞാൽ നിനക്ക് തുള്ളാതിരിക്കാനാവില്ല, നിനക്ക് അനങ്ങാതിരിക്കാനാവില്ല, ആദരമടക്കി മൗനമായിരിക്കാനാവില്ല. പൗലോസേ, നീ ചോദിച്ചത് ആവശ്യമുള്ളതാ, പക്ഷെ കർത്താവ് നിനക്ക് തന്നത് നിനക്ക് നീ ചോദിക്കാത്ത കൃപയാ. അത് മതി നിനക്ക്. ആമേൻ. അതുകൊണ്ട് പൗലോസിന് അവസാനം ഇങ്ങനെ കുറിക്കാൻ കഴിഞ്ഞു. അത് കിട്ടിയത് കൊണ്ട്, ഏതാ? രോഗശാന്തി കിട്ടിയത് കൊണ്ടല്ല, കൃപ കിട്ടിയത് കൊണ്ട്. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ നല്ല പോർ പൊരുതു. ഒരുപക്ഷെ രോഗശാന്തി കിട്ടിയിരുന്നെങ്കിൽ ഹുമനയോസിനെയും അലക്സന്തരനെയും ഒക്കെ പൗലോസ് നേരിട്ടേനെ. തന്നെ വിട്ടുപോയ ദേമാസ് പൗലോസിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയേനെ.
പൗലോസ് തളർന്നു പോയേനെ. പലവട്ടം പട്ടിണിയും ഉറക്കളപ്പും കള്ള സഹോദരന്മാരാലുള്ള ആപത്തും കാട്ടിലെ ആപത്തും കടലിലെ ആപത്തും ഒക്കെ വന്നിട്ടും ഒന്ന് ചോദിക്കേ, ഉപദേശി നിങ്ങൾ എങ്ങനാ നിന്നത്? അദ്ദേഹം പറയും, ഞാൻ രോഗിയാണ്, പക്ഷെ ഞാൻ നിന്നതിന്റെ പേരാ കൃപ. ഞാൻ നിന്നതിന്റെ പേരാ കൃപ. ആമേൻ. ഞാൻ നിൽക്കുന്നതിന്റെ പേരാ കൃപ. ആ ഉത്തമ ബോധ്യമുള്ള ദൈവമക്കളൊക്കെ കർത്താവിന് മഹത്വം കൊടുക്കണം. കൊയറിനോട് ചേർന്ന് കൃപ മതിയെന്ന് പറ, കൃപ മതിയെന്ന് പറ കർത്താവിനോട്. ഹല്ലേലൂയ.